ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് ജനുവരി 9, 2025 തേഴ്സ്ഡേ ആണെന്ന്. ഇന്ന് രാവിലെ എന്നെ ഏട്ടനാണ് എഴുന്നേൽപ്പിച്ചത്. കാരണം ഇന്നിവിടെ സ്കൂളില്ല, ഇന്ന് സ്നോ പ്രെഡിക്റ്റ് ചെയ്തേക്കുന്നുണ്ട്. അപ്പോൾ സ്നോ അറ്റ്ലാന്റയിൽ വന്നിരിക്കുന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെൻ്റാണത് ജനുവരിയിൽ. ഇവിടെ അധികം സ്നോ ഉണ്ടാവാറില്ല. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും സ്നോ ഓൾറെഡി ലേറ്റ് നൈറ്റ് പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സ്നോഫോൾ ഉണ്ട്. അശു നേരത്തെ എഴുന്നേറ്റു. അശു ഭയങ്കര ഹാപ്പിയാണ്. ഇത് കാരണം എൻ്റെ അശുവിൻ്റെ ബർത്ത്ഡേ മന്താണ്. ഇതുപോലെയുള്ളൊരു സ്നോ സമയത്താണ് അശു ഉണ്ടായത്. അന്ന് ഞങ്ങൾ വിസ്കോൺസിൻ എന്ന് പറഞ്ഞ US സ്റ്റേറ്റിൽ മാഡിസൺ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ആ സമയത്ത് പുറത്തെങ്ങാണ്ട് -30 ആയിരുന്നു തോന്നുന്നു, ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അശുവിൻ്റെ ഡെലിവറി നടക്കുന്ന സമയത്ത് അശു സ്നോ ഏഞ്ചൽസ് ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ ഇവിടെ എല്ലാവരും ചെയ്യാറുണ്ട്, കുട്ടികൾ പ്രത്യേകിച്ച് സ്നോയിൽ. അപ്പോൾ അതൊക്കെ അർഷുവിനിപ്പോൾ അത് ഓർമ്മ അത്രയ്ക്കില്ല. കാരണം അർഷു ഉണ്ടായ സമയത്ത് പിന്നെ ഞങ്ങൾ അവിടെ കുറേ നാൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ അർഷു ചെറുതായിരുന്നതുകൊണ്ട് അർഷുവിന് അത്ര ഓർമ്മയില്ല. പിന്നെ ഞങ്ങൾ മിഷിഗണിൽ വന്ന് താമസിച്ചപ്പോഴും അവിടെയും ഉണ്ടായിരുന്നു സ്നോ. അപ്പോഴും അർഷു നടന്നു തുടങ്ങുന്ന പ്രായമാണ്. അർഷുവിന് അത്രയ്ക്ക് ഓർമ്മയില്ല. അപ്പോൾ അർഷു ഇത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഇവിടെ ഹോളിഡേ ആണ്. കാരണം ഇവിടെ അങ്ങനെ സ്നോ പെയ്യാത്തതുകൊണ്ട് ഇവിടെ ഇതൊക്കെ നീക്കം ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ ഹോളിഡേ ആണ് സ്കൂളുകൾക്ക്. ഓഫീസുകളെല്ലാം വർക്ക് ഫ്രം ഹോമാണ് ചെയ്യുന്ന എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നന്നായിട്ട് കുറേ നാളുകൾക്ക് ശേഷം സ്നോ വന്നതുകൊണ്ട് അത് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. മോളുണ്ട്. മോൾക്ക് പക്ഷേ രാവിലെ നേരത്തെ എഴുന്നേറ്റിൻ്റെ ക്ഷീണം കാരണം മിന്നു ഉള്ളിലാണ്. മിന്നു കുറച്ച് നേരം കഴിഞ്ഞ് വരും. അപ്പം ഞങ്ങൾ അതൊക്കെ എൻജോയ് ചെയ്യാണ്. പിന്നെ ഈ സമയത്ത് ഞാൻ പണ്ട് അർഷുവിൻ്റെ ഡെലിവറി ടൈമൊക്കെ വിൻ്റർ ഈ ഒരു സീസണായിരുന്നു. അപ്പം ഞങ്ങൾ വിസ്കോൺസിനിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഒരു ലേക്ക് ഉണ്ട്. ആ ലേക്ക് ഫുള്ള് ഫ്രോസൺ ആവും. അപ്പോൾ എൻ്റെ മെറ്റേണിറ്റി ഷൂട്ടൊക്കെ അവിടെയാണ് ഞങ്ങൾ ചെയ്തത്. അത് ഏട്ടൻ്റെ ഒരു ഫ്രണ്ടാണ് ചെയ്തത്. നന്നായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പോൾ അതിൻ്റെ പിക്ചേഴ്സ് ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. പിന്നെ ഈ വീട് വാങ്ങിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ സ്നോ ആണ്. മുമ്പ് സ്നോ ഉണ്ടായിരുന്നു, പക്ഷെ അതൊരു 1 ഡേ ആയിരുന്നു. പക്ഷെ ഇന്ന് നല്ല തിക്കായിട്ട് സ്നോ നല്ല പെറ്റൽസായിട്ട് പെയ്യുന്നുണ്ട്. എല്ലാ വീട്ടിലും ആൾക്കാരുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും പുറത്തിറങ്ങി കളിച്ചിട്ടുണ്ട്. ഞാൻ അവരുടെ വീഡിയോ ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഇതാണ് ഞങ്ങളുടെ ന്യൂ കമ്പാനിയൻ, ന്യൂ കാറാണ്. അപ്പോൾ ആ കാറ് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ സ്നോയും കൂടിയാണിത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷമുണ്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കും സ്നോയിലുള്ളവരൊക്കെ ഇതുപോലെ താമസിക്കുന്നവരായിരിക്കും ഇതിന് ഇത്ര വീഡിയോ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇടണം. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്നൊരു കാര്യമാണ് സ്നോ. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ റെയറായിട്ട് ഉണ്ടാവുന്നൊന്നാണല്ലോ, അടുത്ത വർഷം ഉണ്ടാവും നമുക്കറിയില്ല, ഇതുപോലെ സ്നോ പെയ്യുമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നന്നായിട്ട് അതൊന്ന് എടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്ത് ഒരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാം, ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചത്. ഞങ്ങളുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ചെറിയൊരു ഹില്ല് പോലൊരു ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കും കൂടെ ഒന്ന് പോവാം. അവിടെ സ്ലൈഡ് ചെയ്ത് നമ്മുടെ നെയ്ബേഴ്സിൻ്റെ വീട്ടിൽ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് ഉള്ളിൽ പോകും, പിന്നെ ഇടയ്ക്ക് വരും, അങ്ങനെയായിരുന്നു. നമ്മൾ പുറത്തിറങ്ങിയ ഈ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ നേരത്തെ ഇത് എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിൽ എപ്പോഴത് മെൽറ്റ് ആവാമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ അധികം ഇങ്ങനെയൊന്നും പ്രെഡിക്റ്റ് ചെയ്യാതെ വരുന്നൊരു സ്നോ ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ആയിരിക്കും കിട്ടുക. ഈ സമയത്താണ് മിന്നും കൂടെ വന്നത് പുറത്തേക്ക്. പിന്നെ നമ്മളിവിടെ കുറേ നേരം സ്നോയിൽ നോക്കിയിരുന്നു. എനിക്ക് ഭയങ്കര ഭംഗിയായിരുന്നു ഈ സമയത്ത് വീടുകളൊക്കെ കാണാൻ. കാരണം ഞാൻ ശരിക്കും വിസ്കോൺസിനിലും മിഷിഗണിലൊക്കെ താമസിച്ച സമയത്തുള്ള സ്നോ നന്നായിട്ട് മിസ് ചെയ്യുന്നൊരു സമയമായിരുന്നു അത്. പിന്നെ ഇനി എനിക്ക് ഉള്ളിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. കാരണം ഞാൻ സ്നോ ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് നമ്മൾ ജാക്കറ്റ്സൊക്കെ ഇട്ട് പുറത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ എൻ്റെ മെറ്റേണിറ്റി ഷൂട്ടിൻ്റെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാൻ, എനിക്ക് കിട്ടുകയാണെങ്കിൽ അതൊക്കെ ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ പേരിലാണ്, ലിജി സ്റ്റേറ്റ് ബഡ്സ് എന്ന് പറഞ്ഞ പേരിൽ തന്നെയാണ് ഫോളോ ചെയ്യുക താല്പര്യമുള്ളവർ. അപ്പോൾ ആ മെറ്റേണിറ്റി ഷൂട്ടിൻ്റെ ഫോട്ടോയും കൂടി ചേർക്കാം. അവിടുത്തെ ഒരു വലിയൊരു ലേക്ക് ഉണ്ട്. ആ ലേക്ക് ഫ്രോസൺ ആയിരിക്കും. ഇതാണ് മെറ്റേണിറ്റി ഷൂട്ടിൻ്റെ ഫോട്ടോസ്. ഈ സമയത്ത് -27 ഡിഗ്രി സെൽഷ്യസ് ആണ്.
അപ്പോൾ നമ്മൾ ജാക്കറ്റ് പെട്ടെന്ന് മാറ്റിയിട്ടാണ് ഫോട്ടോ എടുക്കുക. അപ്പോഴേക്കും നന്നായിട്ട് ഷിവർ ചെയ്യും. മിന്നുവിനെ വെച്ച് എടുക്കാൻ പറ്റിയിരുന്നില്ല, അതുകൊണ്ടാണ് ലാസ്റ്റ് ഫോട്ടോ മാത്രം മിന്നുവിനെ വെച്ച് പെട്ടെന്നൊന്ന് എടുത്തിട്ട് മെറ്റേണിറ്റി ഷൂട്ടിൻ്റെ ഫോട്ടോസ് അങ്ങനെ ഷെയർ ചെയ്തത്. കാരണം മൂക്ക് ഭയങ്കരമായിട്ട് തണുപ്പ് പ്രശ്നമാവുമല്ലോ, -27 എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അർഷു നന്നായിട്ട് എൻജോയ് ഉണ്ട്, മിന്നു അതെ. മിന്നുവിന് കുറച്ച് ഉറക്കം വരുന്നുണ്ട്, അതിൻ്റെ ഒരു പ്രശ്നമാണ്. പിന്നെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബാക്ക് യാർഡിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ബാക്ക് യാർഡിലും എങ്ങനെയൊക്കെയുണ്ട് സ്നോ എന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ അവിടെ പിള്ളേർ കളിക്കുന്ന ട്രാംപോളിനൊക്കെ ഉണ്ട്. ട്രാംപോളിൻ നിറയെ സ്നോ ആയിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു അവർക്ക് ട്രാംപോളിനിലും ഒന്ന് ജമ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കാമെന്ന്. സ്നോ ഗ്ലോബിൽ നിൽക്കുന്ന പോലെ ഉണ്ട്. മെല്ലെ മെല്ലെ മിന്നും സൂക്ഷിച്ചു വേണം, കൈ ഒരെണ്ണം പിടിക്കാതെ പോരുത്. Yeah, you too. Happy snow day. സ്നോയിൽ നിങ്ങൾ മതി മതി മതി. അയ്യോ തന്നെ പ്ലീസ് ബി കെയർഫുൾ. എങ്ങനെയുണ്ട്? ഇവിടെ നല്ല ഫോട്ടോ ഉണ്ട്.
അപ്പോൾ അറ്റ്ലാന്റ ജോർജിയയിലുള്ള ഞങ്ങൾ അറ്റ്ലാന്റയിലല്ല താമസിക്കുന്നത്, അവിടെ നിന്ന് കുറച്ച് മാറിയാണ്, ബട്ട് അറ്റ്ലാന്റ ഏരിയയാണ്. അപ്പോൾ ഈ ഏരിയയിലുള്ള ഈ സ്നോഡിയുടെ വ്ളോഗായിരുന്നു ഇത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു കേക്ക് ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ആൻഡ് ഫാമിലി വീട്ടിൽ വന്നപ്പോൾ നമ്മൾക്ക് ന്യൂ ഇയറിന് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അന്ന് എടുത്തില്ലായിരുന്നു, കാരണം നമുക്ക് കേക്ക്സ് വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഈ സ്നോ ഡേയിൽ. അപ്പോൾ ജാക്കറ്റ് ഇടാതെ പുറത്തു നിന്നുകൊണ്ട് നല്ല തണുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ സ്നോ ഡേയുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിലും FBയിലും ഫോളോ ചെയ്യാവുന്നതാണ്, ലിജീസ് ടേസ്റ്റ് ബഡ്സ് എന്ന് പറഞ്ഞ പേരിൽ തന്നെ. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ലൊരു വ്ളോഗ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ബൈ, ടേക്ക് കെയർ. എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ.